ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 15 ശ്ലോകം 8. ഈ ശ്ലോകവും കഴിഞ്ഞ ശ്ലോകം പോലെ തന്നെ അത്ര പരിചിതം അല്ലാത്ത ഒരു കാര്യമാണ് പറയുന്നത്. ഈ ശ്ലോകത്തോടുകൂടി കപിലോപദേശം മേൽപ്പത്തൂര് ഉപസംഹരിക്കുകയാണ്. ജീവൻ്റെ അവസ്ഥയാണല്ലോ പറഞ്ഞത്. ഇനി സകാമന്മാരുടെയും നിഷ്കാമന്മാരും ആയിട്ടുള്ള ഭക്തന്മാരുടെ ഗതിയാണ് പറയണത്. ഭാഗവതം 3-ാമത്തെ സ്കന്ധം 3യ സ്കന്ധം 32-ാമത്തെ അധ്യായമാണ് ഇവിടെ സംഗ്രഹിച്ചിട്ടുള്ളത്. ഗൃഹസ്ഥന്മാരും ഭക്തന്മാരും ആയിട്ടുള്ള 2 തരം ആളുകളുടെ മരണാനന്തര ഗതിയാണ് ഇവിടെ വിവരിക്കുന്നത്. ഒരു കൂട്ടർ ഭൗതിക വസ്തുക്കളിൽ ഭ്രമിക്കുന്നുണ്ട്. അവർ ഭക്തന്മാർ തന്നെയാണ്, പക്ഷെ അവർക്ക് ഇന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് അവർ ഭഗവാനെ ഭജിക്കുന്നത്. അവർ ഈ സംസാരത്തിൽ ജനിക്കും മരിക്കും, വിവിധ ജന്മങ്ങളിൽ കൂടി ഇങ്ങനെ ഭൂമിയിൽ ചുറ്റിത്തിരിയേണ്ടി വരും. അവരുടെ ലക്ഷ്യം നിത്യമായിട്ടുള്ള ആനന്ദമല്ല, അതാണ് കാര്യം. സന്തോഷത്തോടെ ജീവിക്കണം, അതുമാത്രം. എന്നിട്ടോ അവരിങ്ങനെ ഓരോന്നിൻ്റെ പുറകെ പോവും, അത് ലഭിക്കുന്നില്ല. അതിനായിട്ട് ജീവിതം മുഴുവനും ചെലവഴിക്കും. ഒരു ലക്ഷ്യത്തോടെ അവർ പുണ്യം ചെയ്യണം. വേദത്തിലെ കർമ്മകാണ്ഡം പറയണത് പോലെ ഇന്നത് ചെയ്താൽ ഇന്ന ഫലം, അപ്പോൾ അതിനു വേണ്ടി ആ കാര്യം ചെയ്യണം. അതിനുശേഷം മുന്നേറിയിട്ട് ഉപാസനാകാന്ഡം ഉണ്ട്, വേദാന്തമുണ്ട്. അതൊന്നും അവർ ശ്രദ്ധിക്കില്ല. ശ്രദ്ധിച്ചാൽ തന്നെ അത് പ്രയോജനപ്പെടുത്തുകയുമില്ല. അവർക്ക് നശ്വരമായിട്ടുള്ള സ്വർഗം തുടങ്ങിയിട്ടുള്ള ഉപരിലോകത്തിലെത്താം. തീർച്ചയായിട്ടും ഭക്തന്മാരാണ്, അവർ നരകത്തിലേക്കൊന്നും പോവില്ല, ഉപരിലോകങ്ങളിലേക്ക് തന്നെ എത്താം. കൊണ്ടുപോയ പുണ്യം തീരുമ്പോൾ തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിറ്റൂണെന്ന് പറയും കണക്കിനെന്ന് പൂന്താനം പറഞ്ഞില്ലേ, അതുപോലെ കൊണ്ടുപോയിട്ടുള്ള പുണ്യം തീരുമ്പോൾ ഭൂമിയിലേക്ക് തന്നെ പതിക്കും. അതാണ് ഒരു കൂട്ടർ. 2-ാമത്തെ ആൾക്കാർ നിഷ്കാമ ഭക്തന്മാരാണ്. അവർക്ക് ഭൗതിക സുഖങ്ങളുടെ നശ്വരത നന്നായി അറിയാം. അവരും ഗൃഹസ്ഥന്മാർ തന്നെയാണ്. വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടാവും, കുട്ടികളുണ്ടാവും, വീട്ടിലത്തെ കാര്യമൊക്കെ അവർ നോക്കും, ജോലിക്ക് പോവും, ഒക്കെ ചെയ്യും. പക്ഷേ അവർ ഭഗവത് അർപ്പണത്തോടെയാണ് കർമ്മം ചെയ്യുക. അവർ ഇതുപോലെ ചുറ്റിത്തിരിയൊന്നുമില്ല. കാരണം അവരുടെ ലക്ഷ്യം ഭഗവാനെ പ്രാപിക്കുക എന്നതാണ്. ഈ പറഞ്ഞ 2 സകാമ മാർഗത്തെ ദക്ഷിണായന മാർഗം എന്ന് പറയും, നിഷ്കാമ മാർഗത്തെ ഉത്തരായന മാർഗമെന്നും പോവും. അതുകൊണ്ട് അമ്മ നിഷ്കാമ ഭക്തിയിലൂടെ ഉത്തരായന മാർഗത്തിലൂടെ എന്നെ പ്രാപിക്കൂ എന്നാണ് പറയുന്നത്. 8-ാമത്തെ ശ്ലോകം. പിതൃസുരഗണയാജി ധാർമ്മികോ യോ ഗൃഹസ്ഥ സച നിപതതി കാലേ ദക്ഷിണാധ്വോപഗാമി മയി നിഹിതം അകാമം കർമ്മ തൂദപദാർത്ഥം കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി. വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിക്കൂ. ആരാണോ പിതൃസുര ഗണയാജി, പിതൃക്കളെയും ദേവന്മാരെയും വേണ്ടതുപോലെ കർമ്മങ്ങളൊക്കെ ചെയ്ത് സംതൃപ്തിപ്പെടുത്തുന്നത്. ധാർമ്മിക ഗൃഹസ്ഥ, അവർ ധാർമ്മികന്മാരാണ്, സ്വധർമ്മങ്ങൾ വേണ്ടതുപോലെ അനുഷ്ഠിക്കുന്നവരാണ്, ഗൃഹസ്ഥന്മാരാണ്. നല്ല ഗൃഹസ്ഥന്മാരായിട്ട് അവരവരുടെ ധർമ്മമൊക്കെ വേണ്ടതുപോലെ ചെയ്യുന്നവരാണ്. സ ച, അത്തരക്കാരെന്ത് ചെയ്യും? ദക്ഷിണായന മാർഗം, സ ദക്ഷിണാധ്വോപഗാമി, തെക്കൻ വഴിക്കാണ് അവർ പോവുക. കാലേ നിബദതി, അവരുടെ കാര്യമാണ് പറഞ്ഞത്. ഭൂമിയിൽ നിന്നും കൊണ്ടുപോയിട്ടുള്ള പുണ്യമൊക്കെ അവർക്ക് അനുഭവിക്കാം. സന്തോഷമായിട്ട് സ്വർഗത്തിലെ സുഖസൗകര്യങ്ങൾ, പാരിജാതത്തിൻ്റെ സുഗന്ധവും ആട്ടവും പാട്ടും, രോഗം, അസുഖം, ജര, നര ഒന്നുമില്ലാത്ത ആ അവസ്ഥയും ഒക്കെ അവർക്ക് അനുഭവിക്കാം. എത്ര കാലം? കൊണ്ടുപോയ പുണ്യം കഴിയണത് വരെ. അത് കഴിഞ്ഞാൽ അവർക്ക് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോരണം. ഇതിനെ ദക്ഷിണായനം എന്ന ഗതിയായിട്ട് പറയുന്നു. അതാണ് സ ദക്ഷിണാധ്വോപഗാമി എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരു വഴിയാണ്
മയി നിഹിതം അകാമം കർമ്മതു, എന്നിൽ നിഹിതം സമർപ്പിച്ചുകൊണ്ട് സദാ നിഷ്കാമകർമ്മം ചെയ്യുന്ന ഗൃഹസ്ഥരാവട്ടെ. എൻ്റെ ഉള്ളിലെ ഭഗവാൻ തൃപ്തനാകണം എന്നുള്ള ആ മാർഗമാണ് അവർ പ്രവർത്തിക്കുന്നത്. ഉദക് പഥ അർത്ഥം വടക്കൻ വഴിയാണ് അവർ പോകുക. ഉത്തരായണ ഗതിയാണ് ഉദക് എന്ന് പറഞ്ഞാൽ വടക്ക്. ഉത്തരായണ ഗതിയിൽ കൂടി അവർ മേലോട്ട് പോകും. മരിച്ചതിന് ശേഷം അവരുടെ സൂക്ഷ്മ ശരീരവും ജീവനും കൂടി ഉത്തരായണ വഴിക്ക് പോകും. ഈ കാര്യം കപിലതനു ദേവഹൂത്യൈന്യഗാദി, കപിലമൂർത്തിയായി അവതരിച്ച ഗുരുവായൂരപ്പ അവിടുന്ന് അമ്മയോട് ഉപദേശിച്ചത് ഇങ്ങനെയല്ലേ. 4 തരത്തിലുള്ള ഗതിയാണ് ഭാഗവതത്തിൽ പറയുന്നത്. പാപകർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്നവർ മരിക്കുമ്പോൾ തീർച്ചയായിട്ടും നരകത്തിലേക്ക് പോകും. ഒരുപാട് നരകങ്ങൾ, കോടിക്കണക്കിന് നരകങ്ങൾ അവിടെ കാത്തിരിക്കുകയാണ്. ഓരോ ചെറിയ ദോഷചിന്തയ്ക്ക് പോലും പാപമുണ്ട്. പശ്ചാത്താപം, ഭഗവത് ചിന്ത ചെയ്തില്ലെങ്കിൽ. പിന്നെ പുണ്യവും പാപവും ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ജനന മരണങ്ങളിലൂടെ ഭൂമിയിൽ വന്നു പോയിക്കൊണ്ടിരിക്കാം. പുണ്യം കൂടുതൽ ചെയ്തു എന്നാൽ തനിക്ക് സുഖം വേണം, ചെയ്യുന്നതിനൊക്കെ ഫലം വേണം എന്ന സകാമകർമ്മികൾ സ്വർഗത്തിലേക്ക് പോകും, അല്ലെങ്കിൽ അതിനേക്കാളും ഉയർന്ന ലോകങ്ങളിലേക്ക്, ബ്രഹ്മലോകം വരെ അവർക്ക് പോകാം. പക്ഷേ അത് കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരണം, പുണ്യം കഴിഞ്ഞാൽ. പിന്നെ 4മത്തെയും ഏറ്റവും ശ്രേഷ്ഠമായതും ആയിട്ടുള്ള ജീവൻ്റെ ഗതിയാണ് നിഷ്കാമമായിട്ട് ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് ധാർമ്മികരായിട്ട് ഈ ലോകത്തിലെ ഗൃഹസ്ഥന്മാരായിട്ട് തന്നെ ജീവിക്കാം. അവരാണ് മോക്ഷം നേടുന്നത്. ഈ 4മത്തെ വിധം ജീവിക്കുന്നവരെയാണ് യഥാർത്ഥത്തിൽ യോഗികൾ, ജീവൻ മുക്തന്മാരൊക്കെ എന്ന് പറയുന്നത്. ഇവിടെ 2 വഴി പറഞ്ഞിട്ടുള്ളതും ഭക്തിയോഗമാണ്. അപ്പോൾ ആദ്യം കപില മഹർഷി ജ്ഞാനയോഗത്തെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു, 25 തത്വം എന്നൊക്കെ. പിന്നെ കർമ്മയോഗത്തെ പറ്റി പറഞ്ഞു. അതിലാണ് ഈ അഷ്ടാംഗയോഗവും കർമ്മം സമർപ്പണമായിട്ട് ചെയ്യുന്ന കാര്യമൊക്കെ വരുന്നത്. പിന്നെ ഭക്തിയോഗത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇതിൽ ഭക്തിയോഗമാണ് ഏറ്റവും ശ്രേഷ്ഠം, ഏറ്റവും നല്ലത്, ഏറ്റവും എളുപ്പം, ആനന്ദകരം എന്നൊക്കെ പറയാണ്. ഇനി ഭാഗവതത്തിൽ പറയുന്ന കാര്യം ഒന്ന് ചുരുക്കി പറയാം. സകാമൻ അല്ലെങ്കിൽ ഫലം വേണം എന്നാഗ്രഹിച്ച് കാമ്യകർമ്മികൾ മരണസമയത്ത് എന്തുണ്ടാവണു? അവരുടെ ജീവൻ സൂക്ഷ്മ ശരീരത്തിൻ്റെ കൂടെ പുറത്തേക്ക് പോവാണ്, ശരീരം ഉപേക്ഷിച്ചിട്ട്. അപ്പോൾ അവരെ ധൂമദേവത സ്വീകരിക്കും. എന്നിട്ട് ആ ജീവനെ രാത്രി ദേവതയെ ഏൽപ്പിക്കും. അവിടെ നിന്ന് കറുത്ത പക്ഷ ദേവതയും പിന്നെ ദക്ഷിണായന ദേവതയും ആ ജീവൻ കൈപ്പറ്റും. ആ വഴിക്കൊക്കെ അവർ ചെയ്ത പുണ്യങ്ങളുടെ ഫലം ഇവർക്ക് കൊടുക്കും, അനുഭവിച്ചു കൊള്ളാൻ പറയും. അതിനുശേഷം അവരവിടുന്ന് പിതൃലോകത്തേക്ക് പോവും, പിന്നെ ചന്ദ്രലോകത്തേക്ക് പോവും. അതുകൂടി കഴിയുമ്പോൾ ആകാശത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ്. എന്നിട്ട് മേഘത്തിലേക്ക് പോവും. മേഘം വഴി മഴയായിട്ട് ഔഷധികളിലെത്തും. പിതാവിൻ്റെ രേതസ്സിലൂടെ അതിന് അനുവദിക്കപ്പെട്ട പിതാവ് ആ ഔഷധം കഴിക്കും. ആ ഔഷധമല്ല, ആ സസ്യം, ആ ഭക്ഷണത്തിലൂടെ അത് രേതസ്സാവും. അത് അമ്മയുടെ ഉദരത്തിലെത്തും, വീണ്ടും കുഞ്ഞായി ജനിക്കും. ഇതേപോലെയൊക്കെ ജീവിക്കും, മരിക്കും. നിഷ്കാമനാവട്ടെ നേരിട്ട് ബ്രഹ്മലോകത്തെത്തി ഈ പറഞ്ഞ വഴിയൊന്നുമില്ല, ക്രമത്തിൽ മുക്തി പ്രാപിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ജപങ്ങൾ, പൂജകൾ, ബലി, ശ്രാദ്ധം ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഐശ്വര്യത്തിന്, എൻ്റെ സുഖത്തിന് എന്ന് കരുതാൻ പാടില്ല. ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നു ഭഗവാൻ സന്തോഷിക്കുന്ന വിധം എന്ന് വിചാരിച്ചിട്ട് വേണം. എൻ്റെ ഉള്ളിലിരിക്കുന്ന ജന്മജന്മാന്തരങ്ങളിലൂടെ വന്നിട്ടുള്ള ആത്മാവ്, ആ ഭഗവാൻ തൃപ്തനാവണേ എന്ന് വിചാരിച്ചിട്ട് വേണം ഓരോ പ്രവൃത്തിയും പൂർണ്ണമാവണേ എന്നൊരു മനോഭാവത്തോടു കൂടി വേണം പ്രവർത്തിക്കാനായിട്ട്. കയ്യിൽ കിട്ടിയിട്ടുള്ള അമൃതാണ് ഈ ജന്മം. അത് ഉപേക്ഷിച്ചിട്ട് നിർഭാഗ്യവാന്മാരാവരുത്, വിഷം മതി എന്ന് വിചാരിക്കരുത് എന്നാണ് ഭാഗവതം പറയുന്നത്. ഇങ്ങനെ കപില ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശിച്ചു. ഈ ഉപദേശങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത് തന്നെ പുണ്യമാണ്. മാത്രമല്ല, ഭക്തിയും ശ്രദ്ധയും ഇല്ലാത്തവർ സമയം കളയാനായിട്ട് ഇത് കേൾക്കേണ്ടതില്ല എന്നുകൂടി പറയുന്നുണ്ട്.
ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥ സച നിപതതി കാലേ ദക്ഷിണാധോപഗാമി മയി നിഹിതം